നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. സമാധാന കരാറിന് വഴങ്ങാത്ത ഇറാനെതിരെ യുദ്ധം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കൂടിയാലോചന തുടങ്ങിയ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് എത്ര കാലം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനും തയ്യാറെന്ന് ഇറാൻ. ബംഗാളിൽ ജനവിധി അട്ടിമറിക്കാൻ ശ്രമമെന്ന് മമതാ ബാനർജി. ബിജെപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും EVM-ൽ തിരിമറിക്ക് ശ്രമിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തോൽവി ഉറപ്പിച്ച മമത ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്ന് BJP. സംഘർഷം കണക്കിലെടുത്ത വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മുൻപിൽ നിരോധനാജ്ഞ. ബംഗാളിൽ 15 ബൂത്തുകളിൽ നാളെ റീപോളിംഗ്. ഹജ്ജ് കർമ്മങ്ങൾക്കെത്തുന്ന തീർത്ഥാടകർക്ക് നുസൂക്ക് കാർഡ് നിർബന്ധമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. ഹജ്ജ് കർമ്മം നിർവഹിച്ച് കേരളത്തിലെ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ തീർത്ഥാടക സംഘം. ജിദ്ദയിലും മക്കയിലും ഊഷ്മള സ്വീകരണം. കുവൈറ്റ് എയർവേസ് കേരളത്തിലേക്കുള്ള യാത്രകൾ പുനരാരംഭിക്കുന്നു. തിരുവനന്തപുരം, കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് പൂർണ്ണ തോതിലുള്ള സർവീസുകൾ ഞായറാഴ്ച മുതൽ. പുനരാരംഭിക്കുന്നത് 27 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള നേരിട്ടുള്ള സർവീസുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി 2 നാൾ. എക്സിറ്റ് പോളുകളിൽ പ്രതീക്ഷ അർപ്പിച്ച UDF. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ LDF. മികച്ച വിജയപ്രതീക്ഷയിൽ NDA. വിശദമായ വാർത്തകൾ നോക്കാം. ചർച്ചകൾക്ക് വഴങ്ങാത്ത ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്നും ഹോർമുസിലെ ഉപരോധം പിൻവലിക്കില്ലെന്നും അമേരിക്ക. എന്നാൽ വീണ്ടും ആക്രമണത്തിന് മുതിർന്നാൽ US-ന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രതികരിച്ചു. അതേസമയം US-ഉമായുള്ള ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് ഇറാൻ സൈന്യത്തിന്റെ നിലപാടുകളാണ് പിന്തുടരുന്നതെന്നാണ് വിമർശനം. ഇതിനിടെ അരാഗ്ചിയെ പുറത്താക്കാൻ നീക്കം നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഹോർമൂസിലെ ഉപരോധം നീളുകയും ഇറാൻ ചർച്ചയ്ക്കെത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇറാനെ വീണ്ടും ആക്രമിക്കാൻ മടിക്കില്ലെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തു വന്നത്. ഹോർമൂസിലെ ഉപരോധം പിൻവലിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ വീണ്ടും ആക്രമണത്തിന് മുതിർന്നാൽ US-ന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രതികരിച്ചു. ഹോർമൂസിലെ US ഉപരോധം ഫലപ്രദമാണെന്നും US നടപടികൾ ഇറാനെ ചർച്ചയ്ക്ക് നിർബന്ധിതമാക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ഹോർമൂസിന്റെ നിയന്ത്രണം ആർക്കും വിട്ടുനൽകില്ലെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയി വ്യക്തമാക്കി. വെടിനിർത്തൽ കരാറുണ്ടായിട്ടും അമേരിക്കയുടെ നീക്കം കരാർ ലംഘനമാണെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആരോപിച്ചു. നാവിക ഉപരോധം ക്ഷമിക്കാൻ ഇറാന് കഴിയില്ല. വീണ്ടും യുദ്ധത്തിന് തുനിഞ്ഞാൽ കനത്ത പ്രഹരം നൽകുമെന്നും ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാനിൽ US-ഉമായുള്ള ചർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയെ പുറത്താക്കാൻ നീക്കമെന്ന റിപ്പോർട്ടുമുണ്ട്. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാറും അറാഗ്ചിയെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടതായി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. US-ഉമായുള്ള ചർച്ചകളിൽ പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ച ഇറാൻ സൈന്യത്തിന്റെ നിലപാടുകളാണ് അറാഗ്ചി പിന്തുടരുന്നതെന്നാണ് ആരോപണം. അതേസമയം നാവിക ഉപരോധം തുടരുന്നതിനിടെ സൈനിക നടപടിക്ക് US തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. 6500 ടൺ യുദ്ധസാമഗ്രികൾ ഇസ്രയേലിലേക്ക് US അയച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ദുരന്തമെന്നും എത്ര കാലം പിടിച്ചു നിൽക്കുമെന്ന് നോക്കാമെന്നും ട്രംപ് പ്രതികരിച്ചിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ UAE 3 രാജ്യങ്ങളിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതായ റിപ്പോർട്ടുകളുമുണ്ട്. ഇറാൻ, ലബനൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര പാടില്ലെന്ന് UAE പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയതായാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കൂട്ടി. 19 കിലോ സിലിണ്ടറിന് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇത് 3-ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വീണ്ടും വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് 993 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. ഇതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3071 രൂപയായും മുംബൈയിൽ 3024 രൂപയായും കൂടി. 3085 രൂപയാണ് കൊച്ചിയിലെ പുതിയ വില. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം ആരംഭിച്ചതു മുതൽ ഇത് 3-ാമത്തെ തവണയാണ് വാണിജ്യ പാചകവാതകത്തിന് വില വർദ്ധിച്ചത്. ആദ്യം സിലിണ്ടറിന് 100 രൂപയും പിന്നീട് 200 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. വില വർധനവ് ഹോട്ടലുകൾ, മറ്റ് ചെറുകിട വ്യവസായങ്ങളെയും സാരമായി ബാധിക്കും. ചിലവ് ഉയരുന്നതോടെ വിലക്കയറ്റത്തിനും സാധ്യതയുണ്ട്. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. പെട്രോൾ, ഡീസൽ വിലയിലും നിലവിൽ മാറ്റമില്ല. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ബംഗാളിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾക്ക് മുൻപിൽ നാടകീയ രംഗങ്ങൾ. സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ പ്രവർത്തകരും ഭവാനിപൂരിൽ അർദ്ധരാത്രി വരെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോസ്റ്റൽ ബാലറ്റുകൾ തരംതിരിക്കുന്ന ജോലിയാണ് നടന്നതെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പരാജയ ഭീതിയിലാണ് മമതാ ബാനർജി അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് BJPയും ആരോപിച്ചു. സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നുവെന്നാരോപിച്ചാണ് ഭവാനിപൂരിലെ സഖാവത്ത് സ്കൂളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും എത്തിയത്. സ്ട്രോങ് റൂമിലേക്ക് ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് അഗർവാൾ അറിയിച്ചുവെങ്കിലും മുഖ്യമന്ത്രിയും പ്രവർത്തകരും കുത്തിയിരുന്ന പ്രതിഷേധം തുടങ്ങി. തൃണമൂൽ നേതാക്കൾ സ്ട്രോങ് റൂം കേന്ദ്രത്തിൽ ധർണയിരുന്നുവെന്നതറിഞ്ഞ് BJP പ്രവർത്തകരും എത്തിയത് സംഘർഷത്തിന് കാരണമായി. സുരക്ഷാസേന നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് പ്രതിഷേധക്കാരെ നീക്കി. BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ജനവിധി അട്ടിമറിക്കുന്നുവെന്ന ആരോപണമാണ് മമതാ ബാനർജി ഉന്നയിച്ചത്. लेकिन इनसाइड द बिल्डिंग थर्ड फ्लोर फोर्थ फ्लोर कैसे देखेगा इधर से? कोई कुछ नहीं था. तो इसके लिए तो CCTV का बंदोबस्त किया, जैसे वो देख सकते हैं नीचे में बैठ के, और उसका माथा को ऊपर में एक कोई जो है. ക്രമക്കേട് നടക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കൃത്യമായ സുരക്ഷയും നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു. പരാജയഭീതിയിലാണ് മമതാ ബാനർജി അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് BJP ആരോപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമ ബംഗാളിലെ 15 ബൂത്തുകളിൽ നാളെ റീപോളിംഗ് നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സൗത്ത് 24 പർഗനാസിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാകും വോട്ടെടുപ്പ്. ബൂത്തുകളിൽ കനത്ത സുരക്ഷാ ക്രമീകരണം ഒരുക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനിൽ BJP സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും മറച്ച് ടേപ്പ് ഒട്ടിച്ച ബൂത്തുകളിലാണ് റീപോളിംഗ് നടക്കുക. എക്സിറ്റ് പോൾ പ്രവചനം UDFന് അനുകൂലമായതോടെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ പക്ഷങ്ങൾ തമ്മിലുള്ള പോര് മുറുകുകയാണ്. മുസ്ലിം ലീഗ് സതീശന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് ഇരു ഗ്രൂപ്പുകളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ പക്ഷത്തിന്റെ നീക്കങ്ങൾ എന്താകുമെന്ന ആകാംക്ഷയിലാണ് ചെന്നിത്തല പക്ഷവും സതീശൻ പക്ഷവും. ഇതിനിടെ KC വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് ഷൂട്ടിംഗ് നിർത്തിയതെന്നാണ് സൂചന. പുറത്തുവന്ന 10ഓളം എക്സിറ്റ് പോൾ ഫലങ്ങളും UDFന് മുൻതൂക്കം പ്രവചിച്ചു കഴിഞ്ഞു. ഇതോടെ താൽക്കാലികമായി നിർത്തിവെച്ച കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച വീണ്ടും സജീവമായി. എക്സിറ്റ് പോളുകളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ലഭിച്ച പിന്തുണ ജനവികാരമാണെന്ന് കരുതുന്നുവെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരസ്യ പ്രതികരണം നടത്തിയതോടെയാണ് ചർച്ച മറ്റൊരു തരത്തിലേക്ക് എത്തിയത്. MLA-മാരുടെ പിന്തുണ സതീശന് ഇല്ല എന്ന് വിലയിരുത്തുന്ന ഘട്ടത്തിലാണ് ലീഗ് പിന്തുണ പരസ്യമാക്കിയത്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിന്റെ കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറഞ്ഞതിൽ കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകൾക്ക് അതൃപ്തിയുണ്ട്. അതിനിടെ KC വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഷൂട്ടിംഗ് നിർത്തിവെച്ചിരുന്നു. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് ഷൂട്ടിംഗ് നിർത്തിവെച്ചതെന്നാണ് സൂചന. എങ്കിലും ഹൈക്കമാൻഡിന്റെ പിന്തുണ KCക്കാണ് എന്നുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിന് KC വേണുഗോപാൽ യോഗ്യനാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവർ വ്യക്തമാക്കി. രാഹുലിന്റെ തീരുമാനം നിർണായകമാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം KCക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കേണ്ടതാണെന്നും പറഞ്ഞു. ഇതോടെ കളമൊഴിഞ്ഞിട്ടില്ലെന്നും ഇപ്പോഴും കളത്തിൽ തന്നെ ഉണ്ടെന്നുമാണ് KC പക്ഷം പറഞ്ഞു വെക്കുന്നത്. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിനുള്ളിൽ വമ്പൻ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് തുറന്നു വരുന്നത്. എന്നാൽ തുടർഭരണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ LDF ഇനിയും ഉപേക്ഷിച്ചിട്ടില്ല. 75-നും 80-നും ഇടയിൽ സീറ്റുകൾ നേടാനാകുമെന്നാണ് ഇടതു പ്രതീക്ഷ. എന്നാൽ ഏറ്റവും അധികം ആത്മവിശ്വാസത്തിലുള്ളത് NDA ക്യാമ്പാണ്. ശരാശരി 4 സീറ്റുകളിൽ NDAക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് സർവേകൾ പറയുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് മുന്നണി നേതാക്കൾ. LDFന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഒരു എക്സിറ്റ് പോളിലും LDFന് വിജയം പ്രവചിക്കുന്നില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരനും പറഞ്ഞു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകളും സജീവമായി തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ 2 ദിവസം ശേഷിക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ LDF UDF മുന്നണികൾ പ്രതീക്ഷയർപ്പിച്ച അഭിപ്രായ പ്രകടനങ്ങൾ തുടരുന്നത്. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പ്രകടിപ്പിച്ചത്. എക്സിറ്റ് പോൾ പ്രവചനത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്നും MA ബേബി പറഞ്ഞു. ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFന്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എക്സിറ്റ് പോളിലെ കണക്കുകൾ വിശ്വസിക്കുന്നില്ലെന്നും സർക്കാരിന് അനുകൂലമായി ജനങ്ങൾ നിൽക്കുമെന്നും ഇത്തവണയും LDFന് അനുകൂല ഫലമുണ്ടാകുമെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. BJPക്ക് അധിക സീറ്റുകൾ ഒരു എക്സിറ്റ് പോളും പ്രവചിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വന്ന എക്സിറ്റ് പോളിലെ ഒരു പ്രത്യേകത
രണ്ട് മുന്നണികളും തമ്മിലുള്ള മത്സരത്തിൽ കേരളത്തിൽ അടുത്തടുത്താണ് നിൽക്കുന്നത്. നെക്ക് ടു നെക്ക് എന്ന് പറയുന്ന തരത്തിലാണ്. ഇപ്പോൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയും കാണുന്നില്ല, വളരെ കുറച്ച് സാമ്പിൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുമെന്നാണ്. എന്നാൽ BJPയുടെ അക്കൗണ്ടുകൾ CPM ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ഒരു കാര്യം ഞാൻ തീർത്തും പറയാൻ ആഗ്രഹിക്കുന്നു. BJPയുടെ കേരളം സംസ്ഥാന നിയമസഭയിലേക്കുള്ള അക്കൗണ്ട് ഞങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി വലിയ പ്രയാസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഒരു എക്സിറ്റ് പോളിലും ഇടതുപക്ഷത്തിന് വിജയം പ്രവചിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. തൊഴിൽ ചെയ്യുന്നവന് കൂലി കിട്ടാത്ത കാലമാണ് ഇത്. ആ ദുരന്തകാലം 2 ദിവസം കൊണ്ട് അവസാനിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഒരിക്കലും തൊഴിലാളികളെ മറക്കില്ല. തൊഴിലാളികളുടെ ഇതുവരെ നഷ്ടപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭരണകൂടമായിരിക്കും അടുത്ത ആഴ്ച കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാൻ. എക്സിറ്റ് പോൾ ഒരു സൂചനയാണെന്നും UDFന് മികച്ച വിജയമുണ്ടാകുമെന്നും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് ഘടകകക്ഷി എന്ന നിലയിൽ അഭിപ്രായം ചോദിച്ചാൽ വ്യക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ അഭിപ്രായം ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ചോദിക്കുകയാണെങ്കിൽ അന്നേരം പാർട്ടി ആലോചിച്ചിട്ട് അഭിപ്രായം അവർ അറിയിക്കുന്നതായിരിക്കും. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ അർഹതയുള്ള ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് ചർച്ച നടക്കുന്നതെന്നും ജാതിയും മതവും നോക്കിയല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനും പ്രതികരിച്ചു. മുഖ്യമന്ത്രി ആരാണ് തീരുമാനിക്കുന്നതിന് കോൺഗ്രസിൽ ഒരു നടപടിക്രമമുണ്ട്. ഹൈക്കമാൻഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് MLAമാരും നേതാക്കളുമായി സംസാരിച്ചിട്ട് അതിൽ നിന്ന് ആ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അങ്കമാലി കിടങ്ങൂരിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു സംഭവം. ആനയുടെ ലോറി ഡ്രൈവർ വിഷ്ണുവാണ് മരിച്ചത്. ഒന്നാം പാപ്പാനും ഗുരുതരമായി പരിക്കേറ്റു. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയെ മയക്കുവെടിവെച്ച് തളച്ചു. തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞതിനെ തുടർന്ന് പാപ്പാന് ദാരുണാന്ത്യം. കോട്ടയത്ത് നിന്നെത്തിച്ച വാഴ്വാട് കാശിനാഥൻ എന്ന ആനയാണ് തിരുവനന്തപുരം സ്വദേശിയായ രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനെ ചവിട്ടിക്കൊലപ്പെടുത്തിയത്. നെഞ്ചിൽ ആനയുടെ ചവിട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടനെ ഉടൻ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുവൈറ്റിലെ ആരോഗ്യരംഗത്തെ വിദഗ്ധരായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ 9ാമത്തെ ശാഖയായ സൂപ്പർ മെഡിക്കൽ കെയർ മഹബൂലയിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു. മഹബൂല ബ്ലോക്ക് 2 സ്ട്രീറ്റ് 10-ൽ പ്രവർത്തനം ആരംഭിച്ച ഈ പുതിയ ആരോഗ്യ കേന്ദ്രം പ്രദേശവാസികൾക്ക് ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ചികിത്സാ സേവനങ്ങൾ കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്തതാണ്. ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ സംഭാവനകളെ ആദരിക്കുന്ന തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് തുടക്കം കുറിക്കുന്നത് പ്രവാസി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രതിബദ്ധതയോടെയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ സേവനം ലഭ്യമായിരിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ആകർഷക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 1 മുതൽ മെയ് 31 വരെ എല്ലാ ഡോക്ടർമാരുടെയും കൺസൾട്ടേഷൻ ഫീസ് വെറും 1 കുവൈറ്റ് ദിനാർ മാത്രമായിരിക്കും. ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായി പുണ്യസ്ഥലങ്ങളിലും മക്കയിലെ വിശുദ്ധ ഹറമിലും പ്രവേശിക്കുന്നതിന് തീർത്ഥാടകർ നുസ്ഖ കാർഡ് കൈവശം വയ്ക്കൽ നിർബന്ധമാണെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് വേളയിലുടനീളം തീർത്ഥാടകർ ഈ കാർഡ് കൂടെ കരുതേണ്ടത് അടിസ്ഥാനപരമായ വ്യവസ്ഥയാണ്. തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കുന്നതിനും അവർക്ക് ആവശ്യമായ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനും നുസുഖ് കാർഡ് അനിവാര്യമാണ്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായി കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ തീർത്ഥാടക സംഘം വ്യാഴാഴ്ച രാത്രി ജിദ്ദ വഴി മക്കയിലെത്തി പരിശുദ്ധ ഉംറ കർമ്മം നിർവഹിച്ചു. ജിദ്ദ വിമാനത്താവളത്തിലെത്തിയ തീർത്ഥാടക സംഘത്തിന് ജിദ്ദയിലും മക്കയിലും ഊഷ്മള സ്വീകരണം നൽകി. ലഗേജുകൾ വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച് താമസ സ്ഥലത്ത് എത്തിച്ചു നൽകുന്ന സംവിധാനം തീർത്ഥാടകർക്ക് ഏറെ ഗുണകരമായി. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘം ജിദ്ദ വഴി മക്കയിലെത്തി. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് ടെർമിനലിൽ ഇറങ്ങിയ 430 അംഗ തീർത്ഥാടക സംഘത്തെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് കൻസൂരിയുടെ നേതൃത്വത്തിൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരും മലയാളി സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. ബുദ്ധിമുട്ടും കൂടാതെ ഹാജിമാർക്ക് വളരെയധികം സൗകര്യം ചെയ്ത ഇവിടുത്തെ സൗദി ഗവൺമെന്റ് അതുപോലെ തന്നെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തിയാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക്
കിട്ടിയ സ്വീകരണം പറഞ്ഞറിയിക്കാൻ പറ്റൂല. മാഷാ അല്ലാഹ്. നല്ല സന്തോഷത്തോടു കൂടി എവിടെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ജിദ്ദയിൽ നിന്ന് ഹജ്ജ് സർവീസ് കമ്പനികൾ ഒരുക്കിയ പ്രത്യേക ബസ്സുകളിൽ രാത്രി മക്കയിലെത്തിയ തീർത്ഥാടകർക്ക് അസീസയിലാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. KMCC, OICC, നവോദയ, ICF, വിഖായ, തനിമ തുടങ്ങിയ സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകർ ജിദ്ദയിലും മക്കയിലും തീർത്ഥാടകർക്ക് ഉപഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. ജിദ്ദ KMCC വനിതാ വിങ് ഫസ്റ്റ് ഹാജി ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങിയത് മുതൽ ഇൻഷാ അല്ലാഹ് അവസാനത്തെ ഹാജി ജിദ്ദ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് വരെ എല്ലാവിധ സഹായ സഹകരണങ്ങളായിട്ട് അവരെ കൂടെ ഉണ്ടാവും. ഇതുവരെ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ മദീന വഴിയാണ് എത്തിയിരുന്നത്. കേരളത്തിൽ നിന്നുള്ള സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ ഈ മാസം 18 മുതൽ ജിദ്ദ വഴി എത്തിത്തുടങ്ങിയെങ്കിലും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ വിമാനമാണ് വ്യാഴാഴ്ച ജിദ്ദയിൽ ഇറങ്ങിയത്. ഇനി വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും ജിദ്ദ വഴി എത്തും. ജിദ്ദ വഴി ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർ ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷമാണ് മദീന സന്ദർശിക്കുക. ഈ വർഷം ഇന്ത്യയിൽ നിന്ന് 1,75,026 പേരാണ് ഹജ്ജിനെത്തുന്നത്. അതിൽ കേരളത്തിൽ നിന്ന് 13,194 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി എത്തുന്നത്. ഹജ്ജ് തീർത്ഥാടകരുടെ വരവ് തുടരുകയാണ്. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ തീർത്ഥാടക സംഘത്തിന് അതിഥികൾക്കൊപ്പം കരുതലോടെ എന്ന ശീർഷകത്തിൽ OICC മക്ക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായി സ്വീകരണം നൽകി. കുടുംബങ്ങളും കുട്ടികളും അടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകർ മക്കയിലെത്തിയ പുണ്യയാത്രക്കാരെ മധുരപലഹാരങ്ങളും സ്നേഹോപഹാരങ്ങളും നൽകിയാണ് വരവേറ്റത്. OICC കമ്മിറ്റി ഭാരവാഹികളായ നൌഷാദ് പെരുന്തല്ലൂർ, സലീം കണ്ണനാകുഴി, ഹബീബ് കോഴിക്കോട്, ഇബ്രാഹിം നൂരി, അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ഹാജിമാർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അവർക്ക് വേണ്ട ആരോഗ്യ യാത്രാ സഹായങ്ങൾ ഉറപ്പാക്കാനും OICC ഹെൽപ്പ് ഡെസ്ക് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ സിവിൽ ID ഓഫീസുകളിൽ കാർഡ് വിതരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഞായറാഴ്ച മുതൽ സാധാരണ നിലയിൽ പുനരാരംഭിക്കും. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. സൗത്ത് സുറയിലെ പ്രധാന കാര്യാലയത്തിൽ കാർഡ് വിതരണവും സന്ദർശകരെ സ്വീകരിക്കുന്നതും 2 ഷിഫ്റ്റുകളിലായിരിക്കും. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 7 വരെയുമായിരിക്കും ഇത്. സ്വദേശികൾക്ക് രാവിലെയുള്ള ഷിഫ്റ്റിലും വിദേശികൾക്ക് വൈകുന്നേരത്തെ ഷിഫ്റ്റിലുമായിരിക്കും സേവനം ലഭിക്കുക. അഹമ്മദി ജഹ്റ കാര്യാലയങ്ങളിൽ കാർഡ് വിതരണം രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും മാത്രമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. തൊഴിൽ വിപണി ആധുനീകരിക്കുന്നതിന്റെ ഭാഗമായി കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ പുതിയ നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സാമൂഹിക കാര്യ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം എന്നിവയുമായി അതോറിറ്റി ഉന്നതതല ഏകോപന ചർച്ചകൾ നടത്തി. സിവിൽ അസോസിയേഷനുകൾ, പ്രൊഫഷണൽ ബോഡികൾ, ലേബർ യൂണിയനുകൾ എന്നിവ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് യോഗം വിശദമായി ചർച്ച ചെയ്തു. വിവിധ ഏജൻസികളുടെ പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിച്ചതുകൊണ്ട് പ്രവർത്തന ചട്ടക്കൂടുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. കുവൈറ്റിലെ തൊഴിൽ സാഹചര്യവും സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും മെച്ചപ്പെടുത്താൻ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം വളരെ ആവശ്യമാണെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഡയറക്ടർ ജനറൽ റബാബ് അൽ ഒസൈമി പറഞ്ഞു. തൊഴിലിടങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഷാർജ പോലീസ് പ്രത്യേക കർമ്മസേനയ്ക്ക് രൂപം നൽകി. ഷാർജ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ആവശ്യമായ പരിശീലനം നൽകുകയുമാണ് കർമ്മസേനയുടെ ദൗത്യം. കമ്പനികൾക്ക് ആവശ്യമായ സാങ്കേതിക ഉപദേശങ്ങളും പരിശീലന പരിപാടികളും നൽകും. തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ കുറയ്ക്കുക, തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നിവയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. സേനയുമായി എല്ലാ സ്ഥാപനങ്ങളും സഹകരിക്കണമെന്നും സുരക്ഷാ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിന്റെ ദേശീയ വിമാന കമ്പനിയായ കുവൈറ്റ് എയർവേസ് തിരുവനന്തപുരം, കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് പൂർണ്ണ തോതിലുള്ള സർവീസുകൾ ഞായറാഴ്ച മുതൽ പുനരാരംഭിക്കും. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 4-ൽ നിന്നായിരിക്കും സർവീസ് പുനരാരംഭിക്കുക. കഴിഞ്ഞ ആഴ്ച മുതൽ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഭാഗികമായി നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 13 നഗരങ്ങളിലേക്ക് കൂടി പൂർണ്ണ ഷെഡ്യൂൾ പ്രകാരമുള്ള സർവീസുകൾ വ്യാപിപ്പിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി എന്നീ നഗരങ്ങൾക്ക് പുറമെ ലണ്ടൻ, പാരീസ്, മുംബൈ, ഡൽഹി, ചെന്നൈ, ഇസ്ലാമാബാദ്, ധാക്ക, ബാംഗ്ലൂർ, അഹമ്മദാബാദ് എന്നിവ ഉൾപ്പെടെ 29 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കുവൈറ്റിൽ ഇനി മുതൽ ഇൻഷുറൻസ് കമ്പനികളുമായുള്ള എല്ലാത്തരം സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് വഴിയോ അംഗീകൃത ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനങ്ങൾ വഴിയോ മാത്രമേ നടത്താവൂ എന്ന് കുവൈറ്റ് ഇൻഷുറൻസ് റെഗുലേറ്ററി യൂണിറ്റ്.
ഇൻഷുറൻസ് മേഖലയിലെ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഇനി മുതൽ ഇൻഷുറൻസ് കമ്പനികളുമായുള്ള എല്ലാത്തരം സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് വഴിയോ അംഗീകൃത ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനങ്ങൾ വഴിയോ മാത്രമേ നടത്താൻ കഴിയൂ. ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ട് പണം സ്വീകരിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടാണ് റെഗുലേറ്ററി യൂണിറ്റിന്റെ ഉത്തരവ്. രാജ്യത്തെ സാമ്പത്തിക സുരക്ഷ ശക്തമാക്കുന്നതിനും ഡിജിറ്റൽ പരിവർത്തനം വേഗത്തിലാക്കുന്നതിനുമാണ് പുതിയ മാറ്റം. സൗദിയിലെ ദമാമിൽ +1 വിദ്യാർത്ഥി ബാസ്കറ്റ്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ചു. ദമാം അൽമുന ഇന്റർനാഷണൽ സ്കൂൾ +1 വിദ്യാർത്ഥി കർണാടക മോഡ്ബിദ്രി കോട്ടേബഗ്ലു സ്വദേശി മുഹമ്മദ് റയാനാണ് മരിച്ചത്. CBSE സ്കൂൾ സോണൽ തല മത്സരത്തിൽ ബാസ്കറ്റ്ബോൾ വിഭാഗത്തിൽ കളിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മുഹമ്മദ് റിയാസിന്റെയും ഷമീന റിയാസിന്റെയും മകനാണ്. മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഈദ് ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും സേവനങ്ങൾ വിപുലീകരിച്ച് പ്രമുഖ കാർഗോ കമ്പനിയായ ABC കാർഗോ. പെരുന്നാൾ സമ്മാനങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും വേഗത്തിലും സുരക്ഷിതമായും പ്രിയപ്പെട്ടവർക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇത്തവണയും ABC കാർഗോ ഒരുക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ സംബന്ധിച്ച ആശങ്കകൾക്കിടയിലും സേവനങ്ങളുടെ സ്ഥിരതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നുണ്ടെന്ന് ABC കാർഗോ മാനേജ്മെന്റ് അറിയിച്ചു. അതിവേഗവും സുരക്ഷിതവുമായ ഡെലിവറിക്കായി എല്ലാ ആധുനിക സൗകര്യങ്ങളും കമ്പനി സജ്ജമാക്കിയിട്ടുണ്ട്. ഡോർ ടു ഡോർ ഡെലിവറി, ഓൺലൈൻ ബുക്കിംഗ്, എളുപ്പത്തിലുള്ള ട്രാക്കിംഗ് സംവിധാനങ്ങൾ എന്നിവയോടൊപ്പം കാര്യക്ഷമമായ ക്ലിയറൻസ് സംവിധാനവും വിപുലമായ വാഹന ശൃംഖലയും പരിശീലനം നേടിയ ജീവനക്കാരും ABC കാർഗോയുടെ പ്രത്യേകതകളാണ്. ഇന്റർനാഷണൽ സേവനങ്ങൾക്കൊപ്പം തന്നെ ഡൊമസ്റ്റിക് സേവനങ്ങളും ABC കാർഗോ നൽകുന്നുണ്ട്. വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ABC കാർഗോ കാർഗോ, കൊറിയർ, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ വിവിധ മേഖലകളിൽ വിശ്വസനീയമായ സേവനങ്ങളാണ് നൽകുന്നത്. ഈദ് സീസണിനോടനുബന്ധിച്ച് ഉപഭോക്താക്കളുടെ വർദ്ധിച്ച ആവശ്യങ്ങൾ പരിഗണിച്ച് GCCയിലെ എല്ലാ ബ്രാഞ്ചുകളും രാത്രി വൈകിയും പ്രവർത്തന സജ്ജമാണെന്നും ഇന്ത്യയിലെ ഡെലിവറി സേവനങ്ങളും കൂടുതൽ സമയം ലഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. പെരുന്നാൾ വരുന്നതിൻ്റെ കൂടെ തന്നെ സ്കൂൾ അവധി, അതുപോലെ പല ഒക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതിൻ്റെ ഒരു കുറച്ച് ബാക്ക്ലോഗ്സ്. അപ്പം എല്ലാ വിഷയങ്ങളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കസ്റ്റമറിൻ്റെ ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യങ്ങൾക്കിടയിലും പതിവ് പോലെ അതിവേഗ സേവനം ഉറപ്പാക്കുമെന്നും ABC കാർഗോ മാനേജ്മെന്റ് അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്. കുട്ടികളിലെ സർഗവാസനകളും ആത്മീയ അറിവുകളും വളർത്തിയെടുക്കുന്നതിനായി വിസ്മയ 2026 സമ്മർ ക്യാമ്പിന് കൊല്ലം അമൃതപുരിയിൽ തുടക്കമായി. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ അമൃത സർവകലാശാലയാണ് കുട്ടികൾക്കായി ഈ സൗജന്യ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയത്തിലൂടെ വിജ്ഞാനവും വിനോദവും കോർത്തിണക്കിയാണ് കുട്ടികൾക്കായി ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. 9 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് അമൃത സർവകലാശാല വിസ്മയ 2026 എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം കുട്ടികൾ തന്നെ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് ഡീൻ പ്രൊഫസർ U കൃഷ്ണകുമാർ, പ്രിൻസിപ്പാൾ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ, ബ്രഹ്മചാരി DS ശിവാനന്ദൻ എന്നിവർ പങ്കെടുത്തു. അമൃതപുരി ക്യാമ്പസിൽ നടക്കുന്ന ഈ സഹവാസ ക്യാമ്പ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പിന്റെ 5ാം പതിപ്പാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള 500-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കുട്ടികളിലെ സർഗവാസനയും വ്യക്തിത്വ വികസനവും ലക്ഷ്യമിട്ട് വിവിധ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 500-ലധികം കുട്ടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ 5 ദിവസത്തെ ഈ ക്യാമ്പിന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം, അതായത് മെയ് 1 മുതൽ തുടങ്ങി മെയ് 5-ാം തീയതി ഉച്ചയോടുകൂടിയാണ് ഈ ക്യാമ്പ് അവസാനിക്കുന്നത്. ഇത് അമ്മയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു വേനൽക്കാല ഉല്ലാസ ക്യാമ്പാണ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വിവിധ തരത്തിലുള്ള കളികൾ, കുട്ടികൾക്ക് വേണ്ട വ്യക്തിത്വ വികാസന ക്ലാസുകൾ, അതേപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ, ഉദാഹരണമായിട്ട് ക്ലേ മോഡലിംഗ്, അതുപോലെ അവർക്ക് മൈം പഠിപ്പിക്കുക, അങ്ങനെ വിവിധ തരത്തിലുള്ള വർക്ക്ഷോപ്പുകളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശാസ്ത്രപരിചയം, സാംസ്കാരിക മൂല്യങ്ങൾ, പുതിയ അനുഭവങ്ങൾ എല്ലാം ഒരുമിക്കുന്ന വേദി. അർത്ഥവത്തായ രീതിയിൽ വേനലവധിയെ പഠനവും വിനോദവും ചേർത്ത് ആഘോഷമാക്കുകയാണ് അമൃതപുരി ക്യാമ്പസ്. മെയ് 5-ന് വിസ്മയ 2026 സമ്മർ ക്യാമ്പ് സമാപിക്കുമ്പോൾ കുട്ടികൾക്ക് പുതിയ അനുഭവങ്ങളും അറിവുകളും നിറഞ്ഞ ഒരു മറക്കാനാവാത്ത അവധിക്കാലമായിരിക്കും ക്യാമ്പ് സമ്മാനിക്കുക. അമൃത ന്യൂസ്, കൊല്ലം. വിദ്യാഭ്യാസ മികവിൽ വീണ്ടും ശ്രദ്ധേയ നേട്ടവുമായി തമിഴ്നാട്, പുതുച്ചേരി അമൃത വിദ്യാലയങ്ങൾ. മൂല്യാധിഷ്ഠിതവും സമഗ്രവുമായ വിദ്യാഭ്യാസം നൽകുന്ന അമൃത വിദ്യാലയങ്ങൾ ഈ വർഷത്തെ CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ 100% വിജയം സ്വന്തമാക്കി. ദേശീയ തലത്തിലുള്ള അംഗീകാരങ്ങളും കായിക രംഗത്തെ നേട്ടങ്ങളും അമൃത വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു.
സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദർശനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് തമിഴ്നാട് പുതുച്ചേരി മേഖലകളിലെ അമൃത വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസ മികവിൽ മാതൃകയാകുന്നത്. മൂല്യാധിഷ്ഠിതവും സമഗ്രവുമായ പഠന രീതിയിലൂടെ പ്രമുഖ വിദ്യാഭ്യാസ ശൃംഖലയായി അമൃത വിദ്യാലയങ്ങൾ മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ അമൃത സ്കൂളുകൾക്ക് കഴിയുന്നു. ഈ വർഷത്തെ CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ അമൃത വിദ്യാലയങ്ങൾ 100% വിജയം കൈവരിച്ചു. എല്ലാ അമൃത വിദ്യാലയവും 100% വിജയം കൈവരിച്ചിരിക്കുന്നു. ഏറ്റവും ഉയർന്ന സ്കോർ വന്നിട്ടുള്ളത് ചെന്നൈയിൽ നിന്നാണ്. 498, അതായത് 98.8% വാങ്ങി ഒരു കുട്ടി ഏറ്റവും ഉന്നതമായ സ്കോർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ സ്കോർ വന്നിരിക്കുന്നത് അമൃത വിദ്യാലയം തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ്. അത് 491 മാർക്കാണ്, 98.2%. ഇത് അമ്മയുടെ ഒരു അനുഗ്രഹമാണ്. അതോടൊപ്പം എല്ലാ സ്കൂളിലും പ്രവർത്തിക്കുന്ന അധ്യാപകരുടെയും കുട്ടികളുടെയും ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു റിസൾട്ട് നമുക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. സയൻസ്, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ സജ്ജീകരിച്ച ആധുനിക ലാബുകളും നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ പദ്ധതിയിലൂടെയുള്ള പരിശീലനവും വിദ്യാർത്ഥികളെ ദേശീയ അന്തർദേശീയ തലത്തിൽ മുന്നിലെത്തിക്കുന്നു. രാജ്യത്തെ മുൻനിര 100 സ്കൂളുകളിൽ തിരുച്ചിറപ്പള്ളി അമൃത വിദ്യാലയവും ഇടം നേടിയിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുതുതലമുറ പ്രതിഭകളായി വളരുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. 40,000 കുട്ടികളും ഒരു 2,000-ഓളം ടീച്ചേഴ്സും നമ്മുടെ സ്കൂളുകളിലുണ്ട്. പഠിപ്പിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് പോലും നമ്മുടെ സ്കൂളിൽ വന്നിട്ട് ആ ഹൈ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ടെക്നോളജിയും എല്ലാം വെച്ചിട്ട് അവർക്കുള്ള നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു സംതൃപ്തി അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അമ്മയുടെ കാഴ്ചപ്പാടിലൂടെ ആത്മീയ മൂല്യങ്ങളും നൈപുണ്യവും കൂടിച്ചേർന്ന വിദ്യാഭ്യാസ അന്തരീക്ഷമാണ് അമൃത വിദ്യാലയങ്ങളുടെ പ്രത്യേകത. സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്ത ബോധം വളർത്തുന്ന സേവന പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ മാതൃകയാകുന്നു. രാമേശ്വരത്ത് നടക്കുന്ന സേവന പ്രവർത്തനങ്ങൾ അതിന്റെ തെളിവാണ്. പാഠപുസ്തകങ്ങളിലെ അറിവിനപ്പുറം സഹാനുഭൂതിയോടെ നല്ല മനുഷ്യരായി വളരാൻ ഈ വിദ്യാഭ്യാസം വഴിയൊരുക്കുന്നു. രാമേശ്വരം എന്ന് പറയുന്നത് ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ വളരെയധികം പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്നുണ്ട്. അവരെ സാമ്പത്തികമായി എങ്ങനെ സഹായിക്കാം എന്ന നിലയിൽ അമ്മയുടെ കുട്ടികൾ വളരെയധികം ചിന്തിച്ച് ആൽഗെ വിഭാഗത്തിലുള്ള സീവീഡ്സ് എങ്ങനെ ശേഖരിച്ച് ഉണക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് അതുകൊണ്ട് അച്ചാറുകളും സോപ്പുകളും അങ്ങനെയുള്ള പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാം എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം മാത്രമല്ല, അറിവ് മാത്രമല്ല, ജോലി മാത്രമല്ല, അതിൽ കൂടെ ഒരു മനുഷ്യനെ എങ്ങനെ ഒരു മനുഷ്യനാക്കി മാറ്റാം, ആ ഒരു വിദ്യാഭ്യാസം കൂടി അമ്മ നമുക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരുണ്യം, സ്നേഹം, ഇതെല്ലാം വരുന്ന തലമുറയിലേക്കും ഈ കുട്ടികളിൽ കൂടെ നമുക്ക് അടുത്തൊരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. നാഗപട്ടണം ജില്ലയിലെ CBSE സ്കൂളുകളിൽ അമൃത വിദ്യാലയം മികച്ച വിജയം നേടി ജില്ലയിൽ ഒന്നാമതായി എന്നതും എടുത്തു പറയേണ്ട നേട്ടങ്ങളുടെ പട്ടികയിലൊന്നാണ്. പഠന മികവിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും 40 ഏക്കറോളം വരുന്ന ഈ സ്കൂൾ ക്യാമ്പസ് ദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ രീതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. തൊഴിലിനോടൊപ്പം പഠനം എന്ന ആശയവും അമൃത വിദ്യാലയങ്ങൾ പ്രായോഗികമാക്കുന്നു. സോഹോ കോർപ്പറേഷൻ ഉൾപ്പെടെ IT രംഗത്തെ പ്രമുഖ സ്ഥാപനങ്ങളുമായി സഹകരിച്ച വിദ്യാർത്ഥികൾക്ക് ഭാവി തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കുന്ന പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആവിഷ്കരിച്ച പാഠ്യപദ്ധതികളും നീറ്റ്, JEE തുടങ്ങിയ മത്സര പരീക്ഷകൾക്കുള്ള പ്രാഥമിക പരിശീലനവും വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കായിക രംഗത്തും ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച അമൃത വിദ്യാലയങ്ങൾ മുന്നേറുകയാണ്. വിദ്യാഭ്യാസ മികവും മൂല്യാധിഷ്ഠിത പഠനവും കൂട്ടിച്ചേർത്ത പുതിയ തലമുറയെ രൂപപ്പെടുത്തുന്ന അമൃത വിദ്യാലയങ്ങൾ മാതൃകയായി മാറുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ അമ്മയുടെ കാഴ്ചപ്പാടുകളാണ് യാഥാർത്ഥ്യമാകുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ഈ റിപ്പോർട്ടോടുകൂടി മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.